ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡയറീസ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഈ കുട്ടിക്കാനത്ത് നിന്ന് കാണാൻ പോകുന്നത് ഇവിടെ അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്ന ഒരു കൊട്ടാരമുണ്ട്. പണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജാവ് ഇവിടെ പണിയെടുപ്പിച്ച ഒരു കൊട്ടാരമാണ് ഈ അമ്മച്ചി കൊട്ടാരം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മുണ്ടക്കയത്ത് നിന്നും കുട്ടിക്കാനത്തേക്ക് പോകുന്ന റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇടുക്കിയുടെ ഒരു ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു റോഡാണ് ഈ മുണ്ടക്കയത്ത് നിന്നും കുട്ടിക്കാനത്തേക്കുള്ള ഈ റോഡ്. അപ്പൊ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കോടയൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കോട ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ കുറച്ച് സന്ധ്യയായിട്ട് നമുക്ക് അമ്മച്ചി കൊട്ടാരത്തിൽ ചെല്ലുക എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുട്ടിക്കാനത്തേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു മെയിൻ വെള്ളച്ചാട്ടമാണ് നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. അപ്പൊ മഴയൊക്കെ പെയ്തെങ്കിലും ഇവിടെ വെള്ളമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തീരെ കുറവാണ് ഇവിടെ. നമ്മളിപ്പോ ഏകദേശം കുട്ടിക്കാനം ജംഗ്ഷനിനോട് അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ മുണ്ടക്കയം ഭാഗത്തു നിന്ന് വരുമ്പം കുട്ടിക്കാനം ജംഗ്ഷൻ വരെ എത്തണ്ട, അതിന് തൊട്ട് മുമ്പായിട്ടാണ് നമുക്ക് ഈ അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള വഴി വരുന്നത്. അപ്പൊ നമ്മൾ ഈ മുണ്ടക്കയത്തു നിന്ന് കയറി വരുന്ന വഴിക്ക് നമുക്ക് ഈ ട്രാവൻസ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറന്റ് കാണാം. ഈ ട്രാവൻസ് കഫേയുടെ അവിടെ നിന്ന് തൊട്ട് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് കാണാം. ഈ കാണുന്ന റോഡാണ് അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള റോഡ്. ഇതുവഴി ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇവിടേക്ക് വരുന്നവര് ഓർത്തു വെക്കുക, കുട്ടിക്കാനം ജംഗ്ഷനിലേക്ക് പോകരുത്. ഈ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ ഈ റോഡിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കാട് പിടിച്ചിട്ടുള്ള ഒരു ചെറിയ റോഡ് കാണാം. അപ്പൊ ഈ റോഡിലൂടെ നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഒരു പൊളിഞ്ഞൊരു ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിന് ചുറ്റിനും കാടാണ്. അപ്പൊ ഈ ഗേറ്റിനുള്ളിലേക്കാണ് നമ്മൾ കയറേണ്ടത്. ഇവിടെയാണ് ഈ കൊട്ടാരം ഉള്ളത്. അങ്ങനെ നമ്മൾ ഈ ഗേറ്റിനുള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്തൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ വണ്ടി ഇട്ടിട്ടാണ് പോകുന്നത്. നമുക്ക് ഈ കൊട്ടാരത്തിന് മുമ്പിൽ വരെ വണ്ടി ചെല്ലും. എന്നാലും നമ്മൾ ആ കാണുന്ന ഒരു സ്റ്റെപ്പ് വഴി കയറി പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. കൊട്ടാരത്തിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കൊട്ടാരത്തിന്റെ ചരിത്രവും അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. 19-ാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. അതായത് അന്ന് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മൂലം തിരുനാൾ മഹാരാജാവാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, വേനൽക്കാല വസതിയായിട്ടാണ് ഇത് നിർമ്മിച്ചത്. അപ്പൊ അന്ന് കാലത്ത് ഈ രാജാവിന്റെ ഭാര്യയെ രാജ്ഞി എന്നായിരുന്നില്ല, അമ്മച്ചി എന്നായിരുന്നു ഇവിടൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇതിന് അമ്മച്ചി കൊട്ടാരം എന്നുള്ള ഒരു പേര് വന്നത്. ഏകദേശം 200 വർഷത്തിന് മുകളിൽ ഈ കൊട്ടാരത്തിന് പഴക്കമുണ്ട്. 25 ഏക്കറാണ് മൊത്തത്തിൽ ഈ കൊട്ടാരത്തിന്റെ ഈ സ്ഥലങ്ങളും എല്ലാം കൂടെ വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി ഇതായിപ്പോ ഈ കൊട്ടാരത്തിന്റെ മുൻപിലായിട്ട് എത്തിയിട്ടുണ്ട്. ഈ കൊട്ടാരത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ഈ ബ്രിട്ടീഷുകാരുടെ സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും അവരെടുത്തിരുന്നത് ഈ കൊട്ടാരത്തിൽ നിന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ JD മുൺറോ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ, അദ്ദേഹം ഇവിടെയായിരുന്നു താമസിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും നമ്മളിപ്പോ ഈ കൊട്ടാരത്തിന്റെ മുൻപിലായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം. അതായത് 200 വർഷങ്ങൾ പഴക്കമുള്ള അമ്മച്ചി കൊട്ടാരമാണ് നിങ്ങൾ ഈ കാണുന്നത്. സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞതോടുകൂടി നല്ല ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ നമുക്ക് ഈ കൊട്ടാരത്തിന്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടി തോന്നും. കാരണം ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചുറ്റുപാടും ഒന്നും നമുക്ക് ആരെയും കാണാൻ വേണ്ടി സാധിച്ചില്ല. അപ്പൊ നമ്മൾ വരുമ്പോൾ ഈ കൊട്ടാരം പൂട്ടിക്കിടക്കുന്ന രീതിയിലായിരുന്നു കിടന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഈ കൊട്ടാരമൊക്കെ നോക്കാൻ വേണ്ടി ഒരു വാച്ച്മാൻ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ധർമ്മലിംഗം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം 50 വർഷത്തിന് മുകളിലായിട്ട് ഈ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പെർമിഷൻ ഒക്കെ എടുത്തതിന് ശേഷം ഇപ്പൊ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ ഇതിനുള്ളിൽ കയറിയപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല പേടി തോന്നും. അപ്പൊ ഈ പുള്ളി ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ സമ്മതിച്ചു കൊടുക്കണം. ഇതുപോലൊരു വലിയൊരു കൊട്ടാരത്തിലെ ചുറ്റുപാടും ഒരു മനുഷ്യൻ പോലും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നതിന്. നമ്മൾ ഇത്രയും പേരുണ്ടായിട്ട് തന്നെ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ചെറിയ രീതിയിലൊരു പേടി തോന്നും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേതാലയം പോലെ തന്നെയാണ് ഈ കൊട്ടാരം കിടക്കുന്നത്. നമ്മുടെ ഒരു പഴയ പ്രേത സിനിമയായിട്ടുള്ള ഇന്ദ്രിയം എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കൊട്ടാരത്തിലാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ഒരുപാട് സിനിമകൾ ഈ കൊട്ടാരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷൂട്ട് ചെയ്ത ലൊക്കേഷനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കൊട്ടാരത്തിനുള്ളിൽ അത് എവിടേക്കാണ് ഷൂട്ട് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഈ കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ ഈ ധർമ്മലിംഗം തന്നെ കൊണ്ടു നടന്ന് കാണിച്ചു തരികയാണ്. സംഭവം തിരുവിതാംകൂർ രാജാവ് പണിതാണെങ്കിലും ഇന്ന് ഇത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതൊരു പ്രൈവറ്റ് കമ്പനിയുടെ പേരിലാണ് ഇപ്പൊ ഈ കൊട്ടാരവും ബാക്കിയുള്ള സ്ഥലങ്ങളും ഒക്കെ. അപ്പൊ അന്ന് കാലത്ത് മഹാറാണിയുടെ തോഴിമാര് താമസിച്ചിരുന്നത് ഈ കാണുന്ന മുറിയിലാണെന്നാണ് ഇവിടുത്തെ ഈ വാച്ച്മാനായിട്ടുള്ള ഈ ധർമ്മലിംഗം നമുക്ക് പറഞ്ഞു തന്നത്. അന്ന് മഹാറാണിയുടെ കൂടെ വരുന്ന തോഴിമാരൊക്കെ ഈ റൂമിലാണ് താമസിച്ചിരുന്നത്.
അപ്പൊ നമ്മളിതാ ഈ ഇതിനുള്ളിലേക്ക് കയറി വരുമ്പോൾ ഒരു ശവപ്പെട്ടി ഇരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഇരുട്ടത്തൂടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരാണ്ടും ഒന്ന് പേടിച്ചു പോകും. പക്ഷെ ഇതിന് ഈ കാണുന്ന ശവപ്പെട്ടിക്ക് ഈ കൊട്ടാരമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് സിനിമാ ഷൂട്ടിങ്ങുകാർ വന്നിട്ട് അവര് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഈ കാണുന്ന ശവപ്പെട്ടി. ഏതോ സിനിമാക്കാർ വന്നിട്ട് ഇട്ടിട്ട് പോയതാണ്. ഒരുപാട് നിഗൂഢതകളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊട്ടാരം തന്നെയാണ് നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരം. ഇവിടെ നമ്മള് അറിയാൻ കഴിഞ്ഞത് ഇവിടുന്ന് ഒരു തുരങ്കം, അതായത് ഈ കൊട്ടാരത്തിൽ നിന്നും ഒരു തുരങ്കം നേരെ കുറെ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള പീരുമേട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ പീരുമേട്ടിലെ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് ഒരു തുരങ്കമുണ്ടെന്നാണ് പറഞ്ഞത്. അത് നമുക്കതൊന്നും കാണാൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പൊ ആ തുരങ്കമൊക്കെ മൂടി കിടക്കുകയാണെന്നാണ് ഈ ധർമ്മലിംഗം പറഞ്ഞത്. അപ്പൊ ഇപ്പൊ അങ്ങോട്ടൊന്നും ആൾക്കാരെ ഒന്നും കയറ്റി വിടുന്നില്ലെന്നാണ് പറഞ്ഞത്. ആ തുരങ്കമൊന്നും നമുക്ക് ആർക്കും കാണാൻ വേണ്ടി സാധിച്ചില്ല. പിന്നെ ഇവിടെ ഒരു പഴമയുടെ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു സാധനമാണ് വാഷ് ബേസൻ. അതായത് മാർബിളിൽ പണിതിട്ടുള്ള വാഷ് ബേസിനാണ് ഈ കാണുന്ന, അന്നത്തെ കാലത്ത് രാജാവിന്റെ ഒക്കെ കാലത്ത് പണിതിട്ടുള്ളതാണ് ഈ വാഷ് ബേസിന്. ഈ മേൽക്കൂരയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തം നമുക്ക് തകർന്നു പോയിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഇരുട്ടിയിട്ട് ഇതിനുള്ളിലേക്ക് കയറുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. കാരണം കുറച്ചുകൂടി ഒരു ഹൊറർ ഫീൽ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഇരുട്ടിയിട്ട് ഇതിനുള്ളിലേക്ക് കയറേണ്ടതായിരുന്നു. എന്തായിരുന്നാലും നമുക്കിപ്പം അല്ലാണ്ട് തന്നെ കയറുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു പേടിയൊക്കെ തോന്നും ഇതിനുള്ളിലേക്ക് കയറുമ്പം. ഈ കാണുന്ന ആട്ടുകല്ല് ഇത് പണ്ട് ഇവിടെ ഉപയോഗിച്ചിരുന്നതാണോ അതോ ഇത് സിനിമാക്കാര് ഇതുപോലെ സെറ്റ് ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണോ എന്നറിയില്ല. എന്തായാലും ഒരു ആട്ടുകല്ല് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ കാണുന്ന വഴിയൊക്കെ കണ്ടു, ഈ വഴിയിലൊക്കെ സിനിമയുടെ ഒക്കെ കുറെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം, ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്നൊക്കെ. അപ്പൊ ഇവിടെ ഒരു നാലുകെട്ടുണ്ട്, ഈ കൊട്ടാരത്തിനുള്ളിലായിട്ടൊരു നാലുകെട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ കൊട്ടാരത്തിന്റെ മെയിൻ എൻട്രൻസ്, അതായത് മെയിൻ ഹാൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പൊ ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഈ ഒരു ഹാളില് നമുക്ക് ഈ പണ്ട് കാലത്ത് ഈ തീയൊക്കെ, തണുപ്പത്തൊക്കെ തീ കായുന്ന ഈ ഒരു സംഭവമൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ പേരെന്താ നമുക്കറിയില്ല. പിന്നെ നമുക്ക് കൊട്ടാരത്തിന്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഈ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം കാടാണ്. അപ്പൊ നമുക്ക് ഇതിന് ചുറ്റിനുമൊക്കെ ഒന്ന് നടന്ന് കാണാം. ഈ കൊട്ടാരത്തിന്റെ നമുക്ക് വളരെയധികം ഒരു പ്രത്യേകതയായിട്ട് തോന്നിയ ഒരു കാര്യം ഇതിന്റെ ഒരു സീലിംഗ് ഒക്കെ, അതായത് മുകളിൽ ഒരു സീലിംഗ് ഒക്കെ ഫുള്ള് തടി കൊണ്ടാണ് പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു വരാന്തയുടെ അവതയും അതുപോലെ തന്നെ ഉള്ളിലും ഒക്കെയുള്ള ഈ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നതൊക്കെ ടൈല് കൊണ്ടാണ്. അപ്പം ഇത്ര വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും ചില ചില കാര്യങ്ങൾക്കൊന്നും ഈ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഈ കാണുന്നതൊക്കെ ഇവിടെ സിനിമ ഷൂട്ടിങ്ങുകാർ അവർ സെറ്റ് ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതായത് സിനിമയ്ക്ക് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവര് പകുതി സംഭവങ്ങൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ കൊട്ടാരത്തിന്റെ പുറത്തോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കൊട്ടാരത്തിന് മുമ്പിൽ ദാ ഈ കാണുന്ന വഴിയിലൂടെ ഇവിടെ വരെ വാഹനങ്ങളൊക്കെ വരും. അത് നമ്മൾ മുമ്പേ പറഞ്ഞ നമ്മൾ വണ്ടി ഇട്ടതിന്റെ തൊട്ട് സൈഡിലോട്ടുള്ള വഴി കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊട്ടാരത്തിന് മുൻപിലായിട്ട് വണ്ടി വരും. അതുപോലെ തന്നെ ദാ ഈ കാണുന്ന മരങ്ങളൊക്കെ കാണും, വളരെ ഭംഗിയുണ്ട് ഈ മരങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി. ചില സിനിമകളിലൊക്കെ നിങ്ങൾക്ക് ഈ മരമൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോഴേ ഈ സൈഡിലൂടെയുള്ള ഈ വഴി കൂടെ പോകുമ്പോൾ രണ്ട് സൈഡിലും കാടാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ കൊട്ടാരം ഏകദേശം 25 ഏക്കറിലാണ് നിൽക്കുന്നത്. അതിന് ചുറ്റിനുമുള്ള സ്ഥലങ്ങൾ ഫുള്ള് കാടാണ്. അപ്പൊ ഈ കാടിന് നടുവിലാണ് ഈ പറയുന്ന ഒരു കൊട്ടാരം. നമ്മൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ കൊട്ടാരത്തിന്റെ ഈ മൂലകളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇനി ഞാൻ ഈ കൊട്ടാരത്തിൽ ഷൂട്ട് ചെയ്ത സിനിമകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശരിക്കും ഒരു പ്രേത ബംഗ്ലാവിന്റെയൊക്കെ ഒരു ലുക്ക് ഉള്ളതുകൊണ്ട് തന്നെ പ്രേത സിനിമകളൊക്കെ മിക്കതും ഇവിടെ തന്നെയാണ് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതായത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ പഴയ പ്രേത സിനിമയായിട്ടുള്ള ഇന്ദ്രിയമാണ്. ഇന്ദ്രിയം പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്തത് ഈ കൊട്ടാരത്തിലാണ്. അതുപോലെ തന്നെ നല്ല നിലാവുള്ള രാത്രി, പൈലറ്റ്സ്, ലൂസിഫർ, അറിയപ്പെടാത്ത രഹസ്യം, കാർബൺ, ഇങ്ങനെ കുറെ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലൂസിഫറിൽ ലാലേട്ടന്റെ ഈ ഒരു മാസ് ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന കൊട്ടാരത്തിന്റെ സൈഡിലാണ്. അവർ ഇവിടെ സൈഡിൽ സെറ്റ് ഇട്ടിട്ടാണ് ആ ഒരു കാണുന്ന ഒരു ഗ്യാരേജ് പോലുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് പ്രേം നസീർ സാർ അദ്ദേഹം അഭിനയിച്ച അറിയപ്പെടാത്ത രഹസ്യം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിലെ ഒരു ഫൈറ്റ് സീനാണ് ഇപ്പൊ ഈ കാണുന്നത് നിങ്ങൾ. ഈ ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അദ്ദേഹം മറ്റേ വില്ലനും കൂടെ ഇടി ഉണ്ടാക്കുന്നതും ഒരു ഉരുണ്ട് വീഴുന്നതും ഒക്കെ ഈ കാണുന്ന സ്റ്റെപ്പിലൂടെയൊക്കെയാണ്. അപ്പൊ അത് ഷൂട്ട് ചെയ്തത് ഈ കാണുന്ന കൊട്ടാരത്തിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഇറങ്ങി വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ഈ വഴിയിലാണ് നമ്മുടെ ഇന്ദ്രിയം അതുപോലെ തന്നെ കാർബൺ എന്ന് പറഞ്ഞ സിനിമയുടെ കുറെ പോർഷൻസ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർബൺ എന്ന് പറയുന്ന ഒരു സിനിമ, ഇത് ഫഹദ് ഫാസിലും മമത മോഹൻദാസും ഒക്കെ അഭിനയിച്ച ആ ഒരു സിനിമ, ആ സിനിമ ഏകദേശം അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഈ ഒരു കൊട്ടാരം തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഫഹദ് ഫാസില് ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ഈ നടക്കുന്നതും ഒക്കെ നമ്മൾ ഈ കാണുന്ന ഈ മരങ്ങൾക്കിടയിലൂടെയാണ്. അപ്പൊ ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഈ അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്ന ഈ കൊട്ടാരത്തിലാണ്.
ഈ കാർബൺ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ കൊട്ടാരത്തിന്റെ ഒരു ഹെലിക്യാം വ്യൂ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ദ്രിയൻ സിനിമയിൽ അവര് ഈ സ്റ്റഡി ടൂറിനായിട്ട് വരുന്നതൊക്കെ കാണുന്നത് ഈ കൊട്ടാരത്തിന്റെ ഫ്രണ്ട് വശമാണ് കാണുന്നത്. അപ്പൊ അന്ന് കാലത്ത് ഈ നമ്മളെ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ കൊട്ടാരം അത്ര വലിയ മോശം അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. ഇപ്പോഴാണ് ഈ കാണുന്ന പോലെ ഒരു പൊളിഞ്ഞൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരത്തിലെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.